പക്ഷേ സാലിക്ക് രായനോടാണ്. കൊച്ചിന്റെ തല ഒരു പേനും ഇല്ല. ഇനി എടി അതേസമയം ഉച്ചയുടെ തല നോക്കണം. എന്തോ പേനാന്നറിയാം. എന്താ പറഞ്ഞ പണി അടി കാണിച്ചേ? ചേച്ചി എന്തെടുക്കാൻ പോയതാ? ഞാൻ എന്താ എടുക്കാൻ പോയത്? മുന്നേ തെറ്റി പോയത്. അയ്യോ സോറി ചേച്ചി. ഞാൻ പേനെ കൊല്ലുമല്ലായിരുന്നു. കടിച്ചായിരുന്നു, അതായിരുന്നു. ഉറുമ്പ് കടിച്ച്. എവിടെ നടി നൈറ്റി? അയ്യോ ഞാൻ അണ്ണാച്ചിനെ എടുത്ത ചേച്ചി. അയ്യോ കളറില്ല. അണ്ണാച്ചിക്കോ? അയ്യോ അണ്ണാച്ചിക്കല്ല, നൈറ്റിക്ക്. നൈറ്റിക്കോ? എടി നിനക്ക് വേറൊരു പുള്ളിയില്ലായിരുന്നോ? അത് അണ്ണൻ പൊക്കിയില്ലേ ചേച്ചി? എനിക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു പോയി. പക്ഷെ ഞാൻ ചോദിച്ചത് അതല്ല. വേറെ നൈറ്റിയില്ലായിരുന്നു, പുള്ളി നൈറ്റി. അയ്യോ അതും കൊള്ളത്തില്ല, എടുത്ത് കളഞ്ഞതെങ്ങനെ. നീ എന്താ താമസിച്ചേ? അടവുണ്ടായിരുന്നേ. പണിക്ക് വരാതിരിക്കാനോ? അങ്ങനെയാണോ പറയുന്നത്? ലോണിന് അടവുണ്ടായിരുന്നടി. എന്നിട്ട് ഞാനേ നമ്മുടെ കൈ ഇരിക്കുന്ന ATM കാർഡിന്റെ ATM നമ്മുടെ കവലയില്ലല്ലോ. അതില്ല. അത് ഇവിടെ നമ്മൾ ഓട്ടോ വിളിച്ച് വേറെ കവലയിൽ പോകണം. ഇവിടുത്തെ ATM പൈസ എടുത്താൽ 24 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. എനിക്ക് അന്നേരം അവിടെ ബുദ്ധി ചോദിച്ചടി. ഞാൻ അവിടെ ശശാണന്റെ ഓട്ടോ വിളിച്ചിട്ട് 60 രൂപ ഓട്ടോ അത് എടുത്തോണ്ട് വന്ന് ഞാൻ ഗിരിജയുടെ വീട്ടിൽ കൊണ്ട് കൊടുത്തിട്ടാണ് ഞാൻ ഈ വരുന്നത്. ഓടി മണ്ടി ഇതൊന്നും ബുദ്ധിയല്ല. ഞാൻ കാണിച്ചല്ലോ എന്തോ നല്ല ഒരു ബുദ്ധി പരിപാടി. എനിക്ക് റേഷൻ കാർഡ് കൊണ്ട് ഞാൻ പഞ്ചായത്ത് ഒരു ആഫീസ് ഒരു കാര്യത്തിന് പോയി. അവിടെ ചെന്നപ്പോ എന്നാ പറയാ, റേഷൻ കാർഡിൽ ഒരു കോപ്പി വേണമെന്ന്. റേഷൻ കാർഡ് എന്റെ കയ്യിലിരിക്കും. വന്നേ കോപ്പി പറഞ്ഞ വീട്ടിലിരിക്കും. ഞാൻ 100 രൂപ കൊടുത്ത് ഓട്ടോക്കൂലി കൊടുത്ത് വീട്ടിൽ പോയി ആ കോപ്പി എടുത്തു. അല്ല പിന്നെ എനിക്ക് ആ കോപ്പി നഷ്ടമാണ്. നമ്മളെ പെണ്ണുങ്ങൾക്ക് ഭയങ്കര ബുദ്ധി ആണുങ്ങളെക്കാരും ഇല്ലേ? അതാണ്. അതുകൊണ്ടല്ലേ ഇപ്പൊ എന്റെ അണ്ണ എന്റെ കൂടെ വീട്ടിൽ ഇരിക്കുന്നത്. ഞാൻ ഒരു വേറെ കാര്യം ഞാൻ പറഞ്ഞേക്കാം. ജാനകി അമ്മ താമസിച്ചാ വരുന്നത്. ഈ സൈറ്റ് ബ്രോക്കർ പണി സമ്മതിക്കരുത്. ഒരിക്കലുമില്ല. എന്റെ സൈറ്റിൽ പറ്റത്തില്ല. അത് ഞാൻ സമ്മതിക്കുന്നുമില്ല. എന്റെ രമേ നിനക്ക് എന്നെ അറിയാൻ വയ്യാത്തോണ്ടാ. ഇന്ന് ഇച്ചയുടെ ഈ വേല ഞാൻ നടത്തും. ഒന്നി തൊഴിലുറപ്പ് അല്ലെ തൊഴിലോ എന്തൊക്കെ അവർക്കൊന്നും അവര് ബ്രോക്കർ പണി ഏതിൽ ഒന്ന് ഉറപ്പിച്ചോ? കല്യാണം ഉറപ്പിച്ചോ? കല്യാണം ഉറപ്പിച്ചല്ല, എന്റെ മൺവെട്ടി ഉറപ്പിച്ചത്. അമ്മത്തി ഉറപ്പ്. കാപ്പി 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 കൊണ്ടാവാം നമുക്ക്. പേടിക്കാതെ അവിടെ വെക്കാൻ. എന്തോ വെച്ചേ? പാപ്പി നിന്റെ കല്യാണം ഞാൻ ഉറപ്പിച്ചു തരാം പാപ്പി. പേടിക്കണ്ട പാപ്പി, കേട്ടോ? നിങ്ങൾക്ക് എന്തുവാടി, ഞാനൊന്ന് ഫോൺ ചെയ്യാൻ പറ്റത്തില്ലേ പെണ്ണുങ്ങളെ? ഞാൻ അവിടുത്തെ കാപ്പി എന്ന് പറയും. പാപ്പി എന്നാ പറഞ്ഞ. പിന്നെ രാവിലെ ഈശ്വര പ്രാർത്ഥന തുടങ്ങുന്നില്ലയോ? താമസിച്ചത് അവളല്ലേ? രാവിലെ പ്രാർത്ഥന തുടങ്ങി അങ്ങോട്ട് പണി തുടങ്ങാം. അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വന്ന് നമ്മളെ തല തീരിച്ചിടും. തുടങ്ങാം. സമയം പോയി താമസിച്ച് വന്നിട്ട് പിന്നെ കിടന്നങ്ങ് 150 പണി നമുക്ക് മൂന്നിനും കൂടെ തികയ്ക്കണം. കേട്ടോ എന്തെടുക്കുക? 3, 4. ദൈവമേ കൈതോഴ കേക്കുമാറാകെ മേറ്റുവരാതെ നീ കാത്തു സൂക്ഷിക്കണം. കാടുകൾ വെട്ടുമ്പോ പാമ്പും പരുതാതെ കൂടെ വന്ന് കടിക്കാതെ നോക്കണം. ലോണുകൾ വീട്ടുവാൻ സമ്പാദ്യം കിട്ടണം. കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം കൂട്ടണം. കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം കൂട്ടണം. കേന്ദ്ര ഗവൺമെന്റ് ശമ്പളം കൂട്ടണം. അതാരും ഒറ്റയ്ക്ക് ഇന്ന് കൂട്ടുന്നേ? നിങ്ങള് എനിക്ക് 1.5 മാസത്തെ പൈസ കിട്ടാനുണ്ട്. അതല്ല, നീ പാട്ടിനകത്ത് എന്തിനാ ലാച്ചി കൂടി? ഇച്ചിരി പൈസ അധികത്തിൽ കിട്ടിയെന്ന് എനിക്ക് 2 പേർക്കും പുളിക്കും. നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. ദൈവമേ എന്താ ഇനി അവളുമാര് വന്ന് തുടങ്ങാം. ദൈവമേ ഞാനിന്ന് കിടക്കത്തില്ല കേട്ടോ. കിടക്കണ്ട എന്റെ പൊന്നിലമേ, നീ കിടക്കല്ലേ? നേറ്റ് വന്ന് അറിയോ? ഞാൻ പറയാൻ മറന്നു പോയി. അല്ല, ലോണിന് പൈസ അടയ്ക്കാൻ ഗിരിജയുടെ വീട്ടിൽ പോയെന്ന് പറഞ്ഞില്ലേ? പോയി. എടീ ഗിരിജയുടെ കിടക്കച്ചേ ഞാൻ നോക്കിക്കോളാം. നേറ്റ് വരുന്നു. ഞാൻ അവിടെ ചെന്നപ്പോണ്ടല്ലോ ഗിരിജയുടെ വീട്ടിൽ രോഗം നിൽക്കുന്നു. പതിവില്ലാതെ എനിക്ക് എന്തോ പന്തിയോട് തോന്നി. ഒരു ചെറിയ സംശയം. ഞാൻ അവനോട് ചോദിച്ചു. എന്താ ചോദിച്ചു? എന്തോടെ രോഗം ഇവിടെ നിൽക്കുന്നേന്ന്. ഉടനെ പറയുവാ, ഗിരിജയ്ക്ക് കറണ്ട് അടിച്ച് കൃത്രിമ ശ്വാസം കൊടുക്കാൻ വേണ്ടി ഓടി വന്നിയാന്ന് അവനാ ജീവൻ രക്ഷിച്ചെന്ന്. അല്ല അതിനെന്താ ഒരു കൃത്രിമ ശ്വാസം കൊടുത്ത് ജീവൻ അവൻ രക്ഷിച്ചില്ലോ? അതിന് നിനക്കെന്തോ ഇത്ര ദീനവനാ? വയറിങ് പോലും വലിക്കാതെ അവളുടെ വീട്ടിൽ നിന്നോ? കേട്ടോ, അവിടെ വയറിങ് ചെയ്തിട്ടില്ല, കൃത്രിമശ്വാസം കൊടുത്തെന്ന. അല്ലടി ഇതുപോലൊരവസ്ഥ എനിക്ക് പണ്ടുണ്ടായിട്ടുണ്ട്. അതപ്പൊ കൃത്രിമ ശ്വാസമല്ല, ശ്വാസം വിട്ടത് എന്തോ കൃത്രിമമായിരുന്നു. ജാനച്ചേ രാവിലെ എന്തുവായിരുന്നു?
വീട്ടിൽ അട വെച്ചിരിക്കുന്നു. ആ കൊച്ചാൻ നിന്നും പണിക്ക് പോയില്ലേ? എടി ഗോതമ്പ് കൊണ്ട് അട പൊടിഞ്ഞ് വെച്ചേക്കുന്നത് വീട്ടില്. ഗോതമ്പ് ആ അത് നിന്നിട്ടാ ഞാൻ വന്നത്. ഞാനും ഒരു സ്ലാവ് വാർത്ത നിന്നിട്ട് വരുവാ. സ്ലാവ് ആ ഗോതമ്പ് കൊണ്ട് ചെറിയ കലത്തിന് അതാകുമ്പോ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതിയായിരുന്നു. നനച്ചു കൊടുത്താൽ മതി, കിടന്നോളുമല്ലോ അത്. എന്റെ കെട്ടിയവൻ പണിക്കൊന്നും പോകുന്നില്ലോടി? ഓ എടി നീ എന്തുവാ പറയുന്നേ? എടി എന്റെ കെട്ടിയോ നേരത്തെ ഇവിടെ ഇല്ലായിരുന്നു, പൂപ്പലല്ലായിരുന്നോ? ഇപ്പം തൂത്ത് കുറച്ച് വെച്ചേക്കുവാന്നോ? എന്തുവാ പൂപ്പലാന്ന് പറഞ്ഞു. പൂപ്പലല്ലെന്ന് കേരളത്തിൽ വെളിയിൽ ഒരു സ്ഥലമില്ലേ? പോപ്പാല്. ഭോപ്പാല്. അത് പറ. ഭോപ്പാലായിരുന്നു. ഇപ്പൊ വെറുതെ വീട്ടിൽ ഇരിക്കുവാ. യോ ഇപ്പൊ മദ്യപിക്കാം. ആഹാ അപ്പൊ ഡെയിലി നല്ല വരുമാനം ഉണ്ടല്ലോടി. കള്ളു കുടിക്കുന്നതിനും പിന്നെ മദ്യപിക്കാൻ പോവെന്ന് പറഞ്ഞു. മദ്യപിക്കാനല്ലേ ഇത്? മദ്യപിക്കാൻ പോവാന്നോ? കള്ളു കുടിക്കാൻ പോവാന്ന്. ആ കൊള്ളാം. കള്ളുകൂടി ഭയങ്കര വിഷയം ഉണ്ടാക്കുന്ന സംഭവം കള്ളുകൂടി എന്ന് പറയുന്നത്. നടക്കുന്നില്ലോടി? മേറ്റ് വരുന്ന നോക്കണ്ടേടി ഞാൻ. അമ്മേറ്റ് ഞാൻ പറയട്ടെ, ഉഷയുടെ ഭർത്താവ് ഇപ്പൊ ഇതുപോലെ കള്ളും കുടിച്ചിട്ട് വന്ന കവലയിൽ കുറെ പേര് എന്ന് പറയുവാ, ഉയരത്തിന്ന് ചാടുമ്പം പാരച്ചൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. പൊക്കത്തിൽ നിർത്തി ആടുമ്പോ ആ ഇതും കേട്ടോണ്ട് ഈ ചെറുക്കൻ വീട്ടിൽ വന്നിട്ട് നമ്മുടെ പാരച്ചൂട്ടിന്റെ കുപ്പിയിൽ ജോടി അതും എടുത്ത് വെച്ചിട്ടുണ്ട്. മരത്തിന് മണ്ടക്കൊരു ഒറ്റ ചാട്ടം. കുപ്പിയോ? ആ എന്തോ പറയാനാ, ഓപ്പറേഷനാ മറ്റന്നാളെ. കാല കമ്പിയുടെന്നല്ല, കൈ അങ്ങോട്ട് നൂറില്ല. കുപ്പി എടുക്കണ്ടായോ? സ്കൂളിൽ പോത്തോളും. ഞാൻ എന്തോ പറയാനാ, എനിക്കറിയാൻ പറ്റാ. പിന്നെ ഇങ്ങനെ കൊണ്ട് കുറെ കള്ളു കുടിക്കാൻ പോകുന്നു. എന്താണ് കള്ളു കുടിക്കത്തില്ല? പുകയായിരിക്കും. അല്ല നിന്റെ ജീവിതം കട്ട പുകയായിരിക്കും. അത് എടി എന്റെ മൊബൈലും മൂക്കും എല്ലാം വെച്ചതിന്റെ കൊണ്ടുപോയി കളഞ്ഞോ? എന്റെ കണ്ണിൽ എന്തോ കുരു വന്നു. ഞാൻ പല പ്രാവശ്യം ചോദിക്കണം ഓർത്താ. അതല്ലടി എന്റെ കണ്ണി തണ്ടി പിടിക്കുന്നു. 5 മണി വരെ സമയമുണ്ടല്ലോ. എടി നിന്റെ നെറ്റിക്ക് എന്തോടി ഒരു മുറിവിന്റെ പാട്? ഓ കഴിഞ്ഞ ആഴ്ച വന്നില്ലല്ലോ, കൈ വന്നില്ലായിരുന്നല്ലോ. എന്റെ പൊന്നേ, ഞാൻ അവിടെ പുരടുത്ത് പണി ചെയ്തോട്ടെ. ഇടയ്ക്കൊന്ന് കയറി വന്നേ. എടി നമ്മളെ ഇങ്ങനെ അങ്ങ് കിടന്നേ അങ്ങനെ കാലും കൈ ഒന്ന് ആടണ്ടേ? അത് വേണം. ഞാൻ ഇടയ്ക്കൊന്ന് എണീച്ചൊന്ന് വെട്ടാൽ. ഞാൻ പറയണ്ടേ? നീ പറഞ്ഞതിന്റെ ബാക്കി പൊന്നെ ഇതുപോലെ നേരത്തെ കിടന്നില്ല, അവള് കിടന്നിട്ട് ഞാൻ കിടക്കുമായിരുന്നു. ഈ ഉഷ പറഞ്ഞു ഉഷ വന്നിട്ടുണ്ടല്ലോ, ഒരു ഒറ്റ വെട്ട് എന്റെ ഇവിടെ. ഞാൻ ചോദിച്ചു എന്തുവാടിയും ചോദിച്ചു. അവൻ പറയാം വാഴയ്ക്ക് തടവെടുത്തിയാണ്. എന്റെ ദൈവമേ, നീ അന്നേരം എണ്ണിച്ചത് കാര്യമായി. ഇല്ല അടുത്തോടത്തിൽ നല്ലൊരു ഏത്തക്കളെ നിന്റെ നെറ്റിന്ന് എന്റെ മക്കളെ എന്റെ അണ്ണനെ ഭാഗ്യ സത്യം പറഞ്ഞ. അണ്ണന്റെ അല്ല മക്കളെ. അതാന്ന് തോന്നുന്നു. ആക്കി പറച്ചിലായിരുന്നല്ലോ. അല്ല ഇല്ല മോനെ വെച്ചോളാം. നീ കഴിഞ്ഞ ദിവസം അങ്ങാണ്ട് നീ അങ്ങാണ്ട് പണിക്ക് ഇവളങ്ങാണ്ട് പണിക്ക് അങ്ങാണ്ട് പോയല്ലേ? നീ എവിടെ പോയായിരുന്നു പണിക്ക്? ഓ ജോർച്ചന്റെ ചെയ്യത്തു. ഓ അന്ന് രാധാമണി ഇല്ല, സ്വാമി അവര് ആരും ഇല്ലായിരുന്നു. എന്റെ അടി അവിടെ ചെന്നപ്പോ എന്തോ മജീഷ്യനാ. ആ മുതുകാട്. അത് വെട്ടി എന്റെ കൈക്ക് എല്ലാം വേദന. ഗോപാലൊക്കെ ഒന്നും വന്നില്ല. എന്തോ ചെയ്യാന്ന് പറഞ്ഞു. ഞാൻ അവിടെ അങ്ങ് കുഴഞ്ഞില്ലയോ? ഇതേ കഴിഞ്ഞ ദിവസം ഞാൻ പണിക്ക് വരാതെ 5 മണിയായപ്പം പോയില്ലേ? ആ നെച്ച ഇവിടെ പോയായിരുന്നു. ഞാനും കൊച്ചാണ്ടും കൂടെ പത്തനംതിട്ട പോയായിരുന്നു. എന്തോ തിരക്കായിരുന്നു. അത്ര ആൾക്കാരായിരുന്നു അവിടെ മൊത്തം. അതല്ലെന്ന്, കൊച്ചാട്ടൻ എന്നെ കാണാത്തോണ്ട് എന്തോ തിരക്കായിരുന്നു അറിയാം. നിങ്ങൾ എവിടെ പോയായിരുന്നു? ഞാൻ ക്യൂവിനകത്ത് നീക്കുമല്ലായിരുന്നു. പരിപാടി തുടങ്ങി. യൂറോജ് പോയിരുന്നു. അനാവശ്യം പറയരുത് രണ്ടും കൂടെ കേട്ടോ. എടി അതല്ല, മറ്റേ സപ്ലൈക്കോയോ എന്തോ. അയ്യോ സൂപ്പർ ക്ലൂ സപ്ലൈക്കോ പോയിരുന്നു. അയ്യോ അവിടെ പോയായിരുന്നു. അത് പറ. എടി പിന്നെ പത്തനംതിട്ട പോയപ്പോഴേ, എടി രമേ ഇങ്ങോട്ട് വന്നേ, നീ ഇങ്ങോട്ട് വന്നേ. നിന്റെ ആങ്ങളെ പോലെ ഒരു പയ്യനെ ഞാൻ കണ്ടു. അതുപോലെ ചുരുണ്ട മുടിയുള്ള ഒരു പയ്യനെ. അപ്പൊ എന്റെ ആങ്ങളെ തന്നെ അല്ലടി, രമേ ആങ്ങളക്ക് ഇവിടെ ഒരു മറുകില്ലയോ? ഇവനും ഉണ്ട് അതുപോലെ ഒരു മറുക്. അപ്പൊ എന്റെ ആങ്ങളെ തന്നെ. ആങ്ങളെ ആടിയത് അല്ലെന്ന്, നിന്റെ ആങ്ങളക്ക് നല്ല വണ്ണമില്ലയോ? ഉണ്ട്. ഇവനും ഉണ്ട് നല്ല വണ്ണം. എന്റെ ആങ്ങളെ തന്നെ. നിന്റെ ആങ്ങളുടെ നാളെന്തുവാ? രോഹിണി. ഇവന്റെ അത്തവ. അവനല്ല. അതാ പറഞ്ഞ അവനല്ലെന്ന്. അതാ ഞാൻ പറഞ്ഞു. ആളിനകത്ത് അറിയാടി. ഞാനിന്ന് കിടക്കുവാണ്. ഹലോ, എനിക്കൊരു ഫോൺ വരുന്നു. ഹലോ അച്ചായ, ഞാനാ കഴിഞ്ഞ ദിവസം വിളിച്ചതേ. പിന്നെ നിങ്ങളുടെ വീട്ടിൽ കല്യാണം കഴിക്കാൻ നിൽക്കുന്ന പിള്ളേർ വല്ലതും ഉണ്ടോ? ആണും പെണ്ണും? അയ്യോ എന്തോ എന്താ പറഞ്ഞു? എന്തിനാ വഴി തെറ്റിക്കാനാണോ? നിങ്ങളോട് ഞാൻ മാറിയിട്ട് ഈ പരിപാടി നടത്തണം. നിങ്ങൾ നടത്തി എത്ര കല്യാണം മൊത്തം ചീറ്റിയില്ലയോ? നിങ്ങൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? നിങ്ങൾ പേരെ പേരിട്ടാൽ പോലെ ഇവിടെ ആകുന്ന ജോലി ചെയ്താൽ പോലെ. നിങ്ങൾ എന്തിനാ നടക്കുമോ? എന്തിനാ നടക്കുമോ നിങ്ങളിങ്ങനെ? എന്തിനാ നടക്കുവന്നോ? രമേശ് വെള്ളം താടി. ഞാനേ ഒരു പെണ്ണിനെ കല്യാണം കഴിപ്പിച്ച് ഒരു വീട്ടിൽ വിട്ടു കഴിഞ്ഞാൽ ഭർത്താവിനെ നോക്കണം, അവന്റെ അപ്പനെ നോക്കണം, അമ്മയെ നോക്കണം, പിള്ളേരെ എല്ലാം നോക്കണം. മതി അങ്ങനെ നോക്കണമെന്നോ? നിങ്ങൾ അത്ര കെട്ടി എന്തുവാ കാണിക്കുന്നത്? നമ്മൾ രാവിലെ പണിക്ക് ഒരു കുടുംബം പോലെ നിൽക്കും. ഇങ്ങനെ വഴക്കുണ്ടാകാൻ പാടുണ്ടോ? ഈ കളം വെപ്പിക്കുന്ന പരിപാടി നിർത്തിയില്ലോടി? തീ വന്നേനല്ലേ ഇപ്പൊ? നമ്മുടെ ആ പരിപാടി ഇല്ലായിരുന്നു. കഴിഞ്ഞ വർഷം പരിപാടിക്ക് പേര് എന്നിട്ട് പടം വന്നായി നിശ്ചയി. അങ്ങനല്ലേ അല്ലേ? അതിനിടയ്ക്ക് ഞാൻ ചെയ്യോട്ടെ കാര്യം ചെയ്. നമ്മുടെ നാണുവിന്റെ അവിടെ സിന്ധുവിന്റെ ഒരു പെണ്ണ് വല്ല ഉണ്ട്. അത് ഞാൻ പറയാം. നീ അവിടെ വാ. കല്ലൊന്ന് പിടിച്ചടി. കല്ലിനടി ഇരിക്കുവാന്നോ അവൻ? കല്ലൊന്ന് പിടിക്കുക. കല്ല് പിടിച്ചു കഴിഞ്ഞിട്ട് പറയാം. അതവിടെ ഇന്നാ പറയിച്ചേ. അത് പറഞ്ഞ പോലെ എനിക്ക് വേറൊരു കാര്യം പറയാന്. ഞാൻ ഇനി ആർക്കും പെണ്ണ് കാണിച്ചു കൊടുക്കുന്നിടത്തല്ല എനിക്ക് അബദ്ധം ഉണ്ടാകും. എന്നാ പരിപാടി കള്ളമാണ്. ഞാൻ അതാ പറയും. ഇപ്പോഴാകുമ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുക. ഇതിന്റെ ഇടയ്ക്ക് നമ്മുടെ റിഹേഴ്സൽ അങ്ങ് നടക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ചേട്ടാ പാട്ട് വെച്ചാൽ കഴിഞ്ഞോടൊന്നും കൂട്ടാണോ?
കഴിഞ്ഞ വർഷം ഞാൻ പേര് കൊടുത്തപ്പോ ഇവളാ പറഞ്ഞു കൊടുക്കണ്ടെന്ന് കിടന്നു. ഞാനാണ് ഈ പറഞ്ഞത്. ഈ പ്രാവശ്യം ശരിക്ക് പാടാമോ? ശരിക്ക് പാടാം. ശരിക്ക് പാടാൻ മറ്റേ ഉത്തേരാ സ്വയംവരം അത് പാടും. ഉത്തേരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ഉത്തര പിന്നെ ഏത് പാട്ടാടിയാണ് ഇത് കഴിഞ്ഞ വട്ടം പാടാൻ വേണ്ടി വെച്ച് പാട്ട് സമ്മാനം കിട്ടും. ഈ പ്രാവശ്യം വേറെ പാട്ട് വേണം. ഹരിമുരളീരവം ഹരിത വൃന്ദാവനം പ്രണയസുധാമയ മോഹന ഗാനങ്ങൾ. എടി അത് വിഷപ്പില്ലാതെ തിന്നരുതെന്ന് ചത്തുപോവും. ഇതിലും ഭേദം വരല്ലേ. അവിടെ ഒരു പാട്ട് കൊണ്ട് വന്നേക്കാം. നമുക്ക് ആ ഡാൻസിന്റെ പ്രാക്ടീസ് ഇവിടെ നടക്കത്തില്ലായിരുന്നു. ജനിച്ച് കൂടുന്നോ? മറ്റേ നമ്മൾ ഇന്നാളെ ഡാൻസ് പഠിച്ചില്ലയോ? പ്രാക്ടീസ് ചെയ്തില്ലേ കഴിഞ്ഞ? മറ്റേ പാട്ട് നമ്മുടെ പിന്നെ കോഴിക്കോട് ഒരാൾ വന്ന് കാല് കുത്തിയില്ല. ഏതാടി? ആ പാട്ട് എന്നാ ഇവിടെ മൊബൈലിലുണ്ടോ ആ പാട്ട്? എന്നാ എടുക്കണേ രമേ. എന്റെ മൊബൈലടിയാ. സ്റ്റെപ്പ് തെറ്റിക്കരുത് കേട്ടോടി. അതൊക്കെ മാറ്റി നമ്മൾ ആദ്യം തുടങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ കണ്ട് പിള്ളേർ ഏറ്റില്ലയോ വന്നാലും ചെയ്യണോ? ഇതെന്നാ ശക്തി. എന്താ എന്റെ പറ്റി? കണ്ടോ ഞാനിതാ ഈ പുല്ലൊന്നും കളിക്കാൻ പോകാത്തെ. വെള്ളം ഉണ്ടോ ചേ? എനിക്ക് എന്റെ അവിടെ കണ്ടിരിപ്പുണ്ട് ഒരു ചുവട് എനിക്ക് വെക്കാൻ പറ്റത്തില്ല. ഒരു ചുവട് നിന്റെ ഈ ഫോണിനകത്ത് എന്താ ചാർജ് നിൽക്കാത്തെ? എനിക്കറിയാം. എന്റെ ഞാൻ കേട്ടോണം. എന്റെ രാത്രി 3 മണിയായപ്പോ ഇവിടെ പോകണം. ഞാൻ നോക്കിയപ്പോ പച്ച കത്തി കിടക്കുക. എന്റെ ദൈവമേ, സത്യമായിട്ട് ഇതേ സമയത്ത് രമേശിന്റെ നോക്കിയപ്പോ അവിടെയും പച്ച. അയ്യോ കുടുംബം തകരുമേ. പിന്നെ 4 മണിയായപ്പോ ഞാൻ നോക്കിയപ്പോ രമേശിന്റെ പച്ച അടഞ്ഞു, ഇവിടെ പച്ച അടഞ്ഞു. അയ്യോ കുടുംബം തകരും. പിന്നെ അങ്ങനെ നിന്റെ ഫോണിൽ പാട്ട് പെണ്ണുങ്ങളെ നേരത്തെ നമുക്കൊരു കാര്യം ചെയ്യാം. എന്തെങ്കിലും ഒരു ബിസിനസ് കാര്യങ്ങൾ എന്തെങ്കിലും ചർച്ച. അത് ഞാൻ പറയാൻ വേണ്ടി ഇരിക്കുവാണ്. നമുക്ക് ലോൺ എടുത്ത് പശു വല്ലതും മേടിച്ചാലോ? ആ പശുവിനെ നോക്കാൻ ആര് കറക്കും? വേല കറക്കും. നിന്റെ വീടിന്റെ അവിടെ വന്ന് അവൻ കറങ്ങുന്ന പോലെ നിന്റെ പശുവിനെ കറക്കാൻ നിന്റെ വിചാരം എന്തോടി? പൂച്ച കണ്ണ് കുടിച്ച് പാല് കുടിച്ച് അറിയത്തില്ലെന്നാണ് വിചാരം. നീ എന്താ അങ്ങനെ വർത്താനം പറഞ്ഞു? അത് പറഞ്ഞപ്പോഴാടി ഞങ്ങളുടെ വീട്ടിൽ ഒരു പൂച്ച ഉണ്ടായിരുന്നേ. കറുത്തൊരു ചക്കിപ്പൂച്ച എന്നറിയോ? കണ്ണടച്ചിന്ന് പാല് കുടിച്ചു. ഞാൻ അവിടെ ചെന്ന പാത്രം അങ്ങ് മാറ്റി മൂക്കുന്ന ഒരൊറ്റ ചമ്മി ഒരൊറ്റ ഓട്ടം. നിന്റെ ചമ്മൽ മാറ്റാൻ വേണ്ടി കഥയും കൊണ്ട് ഇറങ്ങിയിരിക്കും അവള് കേട്ടോ ഉടനെ. എനിക്ക് മനസ്സിലായി. ഇന്നലെ ഒരു ഓളെ കണ്ണുറങ്ങിയില്ലടി. നിങ്ങളെല്ലാം ഉറങ്ങാത്തെ? അതെന്തോ ഉറങ്ങാത്തേന്നോ? ഞങ്ങളുടെ കൊച്ചാട്ടന് ഒറ്റ അനാവശ്യം പറയരുത്. കൊച്ചാട്ടൻ ഇവനോട് അവിടെ തലയ്ക്കും ഇരിക്കുന്ന ആള് ചത്തോന്നു. ഞാൻ എന്താ വർത്തമാനം പറഞ്ഞത്? കൊച്ചാട്ടൻ ആശുപത്രി പോയി. ഡോക്ടർ പറഞ്ഞു, ശരീരം പരിശോധിച്ചവൻ പറഞ്ഞു രക്തത്തിൽ ഇരുമ്പിന്റെ അംശം കുറവുണ്ടെന്ന്. എന്തോ ചെയ്തു? പിന്നെ നേരെ കൊച്ചാട്ടൻ വന്നത് അല്പം കഴിച്ചിട്ടാ വീട്ടിൽ വന്നത്. കർക്കത്തി എടുത്ത് അങ്ങ് വിഴുങ്ങാൻ നോക്കി. ഇവിടെ 2 കുടം കീറിയിട്ട് ഇപ്പം 3 കുത്തിക്കെട്ടായി. നല്ല വർത്താനം പറഞ്ഞിട്ട് പോരാൻ വയ്യ. ഞാൻ പറഞ്ഞോന്നോ, ഞാൻ വന്നപ്പോ തിണ്ടക്കിരിപ്പുണ്ട്, കസാരയിൽ ഇങ്ങനെ ഞൊളിഞ്ഞിരിപ്പുണ്ട്. നോക്കാൻ പോയില്ല. പിന്നെ ഞാൻ പറഞ്ഞ ആ കോടാലി എടുത്ത് വിഴുങ്ങിയേക്കായിരുന്നു. വൈകിട്ട് എനിക്ക് വിറക് കീറാൻ. ആഹാരം എങ്ങനെ കഴിക്കുന്ന അന്നേരം? അത് ട്യൂബിൽ കൂടെ കൊടുക്കും ഞാൻ. യൂട്യൂബിൽ കൂടെ അവളെ പറഞ്ഞത് ശരിയല്ലയോ? എന്ന് പറഞ്ഞാൽ നിങ്ങളെ ട്യൂബിൽ കൂടെ കൊടുത്തു. ട്യൂബിൽ കൂടെ ശരിയായി. പറഞ്ഞോളൂ അവള്. ആശ്രയ കാര്യം പറഞ്ഞപ്പോളാ ഇന്നലെ പണി കഴിഞ്ഞ് ഞാൻ പോയില്ലോടി. പോയോന്ന് ആര് കണ്ടു? നീ പോയി വീട്ടിൽ ചെന്നൊരു 10-10 അത് കണ്ടോടി. അത് കുന്തളിപ്പ് രാത്രി അങ്ങക്ക് ഇതാ കിടുങ്ങുവാ. ഭൂമിയല്ലടി ഞാൻ കിടന്ന് കിടുങ്ങുവാ. അയ്യോ അണ്ണൻ എന്റെ അടുത്ത് വന്ന് ഇങ്ങനെ തൊട്ട് നോക്കി. എന്ന് പറഞ്ഞ പൊന്നെ നല്ല ചൂടുണ്ടെന്ന്. അപ്പൊ ഏത് ഓട്ടോ വിളിച്ചു പോയി. രാത്രി പിന്നെ കുടിക്കഴിഞ്ഞ പിന്നെ വണ്ടി കിട്ടത്തില്ലല്ലോ. അപ്പൊ സുനിലെന്റെ ഓട്ടോ വിളിച്ചാൽ നോക്കിയടി. പക്ഷെ അയാൾ ഫോൺ എടുത്തില്ല. പിന്നെ പഞ്ചാക്ഷര അണ്ണന്റെ ഓട്ടോ വിളിച്ചിട്ട് ഞാൻ കിടന്നോട്ടെ. ഞാനിങ്ങനെ ഇരുന്ന് പറയേണ്ട വരത്തില്ലോടി. അപ്പൊ അവിടെ പഞ്ചാക്ഷര ഓട്ടോ വിളിച്ചിട്ട് അടൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ കൊണ്ടുപോയപ്പോ തന്നെ ഡോക്ടർ ഇഞ്ചക്ഷൻ എഴുതി തന്നു. 2 ഇഞ്ചക്ഷൻ എടുത്തു. 2ന്റെ സൂചി ഒടിഞ്ഞു വെച്ചാൽ കുത്തിയപ്പോ എടി 150 പണിയുണ്ട്. 75 ദിവസം നീ ഇവിടെ ഇരിക്കുമല്ലായിരുന്നു. തഴമ്പ് കാണാൻ എഴുന്നേറ്റൊക്കെ ഒന്ന് നടക്കണം. അല്ല ഇഞ്ചക്ഷനൊക്കെ കേറല്ലേ? അത് മാത്രമല്ല 2 മണിക്ക് ഞങ്ങൾ ചെന്നപ്പോ 2 മണിയായി. 2 മണിയായപ്പോൾ ഞങ്ങൾ ഇങ്ങനെ കാട്ടിലേക്ക് കിടക്കുവാടി. ഞങ്ങൾ ഓടിന്റെ അവിടെ മേളിലേക്കോട്ടെ ഒരു എന്തോ ഒരു സാധനം ഇങ്ങനെ വരും. കിടക്കാൻ തോന്നുന്നു. അത് കിടക്ക് ഞാൻ ഇരുന്ന് പറയാടിയാണ്. അപ്പൊ അങ്ങനെ വരുവാടി. അപ്പൊ എന്തുവാന്ന് അണ്ണൻ എന്തോ സംശയം. അണ്ണൻ അവിടെ വട്ട ഓടിച്ച് നോക്കുമ്പോൾ 2 ഞാൻ നോക്കിയോ ഞാൻ മേളിന്ന് 2 വെട്ട ഓടി.
എന്താണെന്ന് ചോദിച്ചു, ആരാന്ന് ചോദിച്ചു. എന്താ പറഞ്ഞു? സംഭവം എന്തോന്ന് അറിയാമോ? പറഞ്ഞ പോലെ ക്യാമറ ഫോട്ടോ എടുക്കാൻ സാധനം ഡ്രോണ് അതായിരുന്നു തോന്നുന്നൊരു സാധനം. അണ്ണൻ വിടുവോ? അണ്ണൻ ചാടി പുറത്തിറങ്ങി. പുറത്തിറങ്ങി ട്രോൺ ആകുമ്പോ ഒന്ന് പറന്നു പോകണ്ടേടി. കൺട്രോൾ ആരോ കൺട്രോൾ ചെയ്യുന്ന അല്ലേ അവിടെ വരുവോ? വരത്തില്ല. ഈ സാധനം തറയെ കിടക്കുന്നു. എന്റെ അണ്ണം വിടുവോ? എന്റെ അണ്ണൻ ഉടനെ കല്ലെടുത്ത് എറിയാൻ നേരത്ത് റോഡിൽ കൂടെ പോവാ ഈ സാധനം. എന്റെ അണ്ണം വിടുവോ? എന്റെ അണ്ണം പുറകെ പോവാ. പുറകെ ഒരു മരത്തിനകത്ത് ചെന്നപ്പോ മരത്തിനകത്തൂടെ ചാടി മേപ്പോട്ട് കയറുവാ. എന്റെ അണ്ണം വിടുവോ? എന്റെ അണ്ണം പുറകെ ചെന്ന് ഇത് എന്നിട്ട് അണ്ണ പോട്ടിനകത്ത് ചെന്നങ്ങ് വീണ്. പുള്ളിക്കാരൻ ചെന്നങ്ങ് കൈയിട്ട് അപ്പൊ 6 തയ്യല അവിടെ ഇങ്ങനെ. അതെന്തുവായിരുന്നു? മരപ്പട്ടി മരപ്പട്ടി വിടുപോടി. പട്ടികളെ പറയാൻ പോകേണ്ട കാര്യമുണ്ടോ? ഉണ്ടോ ഉണ്ടോ ഉണ്ടോ? ഒരു കാര്യം ചെയ്, കുറച്ച് ദിവസമെങ്കിലും നമുക്കൊന്ന് പണിയാൻ മതി. അതാ നല്ലത്. ഇരുന്നിരുന്ന് മനസ്സ് മടിച്ച പിന്നെ മനസ്സ് പഠിക്കും. കാട് വെട്ട് പെണ്ണുങ്ങളെ വന്ന് എന്തോലും ചെയ്യുക. എന്തെങ്കിലും പണി ചെയ്യാൻ നോക്ക്. എന്തോ ഇടപാട ചുമ്മാ ഇരിക്കാൻ പോലും സമയത്തില്ല. ഞാൻ ഇത്ര ചെയ്യണം. എനിക്കെന്തുവാ? എനിക്കാണോ കുഴപ്പം? നിങ്ങൾ അവിടെ നോക്കി ചെയ്യണേ. അങ്ങോട്ട് ഞാനിവിടെ വെട്ടി അങ്ങോട്ട് കിടക്കാം. രൂപ അടിച്ചോ. പാമ്പ് 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 അതിനകത്തോട്ട് കയറി. പാമ്പ് ബോട്ടിൽ കയറി പോയി. മറൈൻ ഡ്രൈവിലെങ്ങാണ്ട് പോവാ. എന്തുവാ? ബോട്ടിൽ കയറി പോയി. ബോട്ടിനകത്ത് കയറി പോയെന്നാ ഞാൻ പറഞ്ഞു. ബോട്ടിലോ? ഓ ചോരയാന്നല്ലോ. ചോര കൊച്ച ചേര. ചേര ഇത് കേക്ക, മഞ്ഞ ചേര മലന്ന് കടിച്ചാ മലയാളപ്പുഴ മരുന്നില്ലെന്നാ. മലയാളപ്പുഴയല്ല, മലയാളത്തിൽ. എനിക്ക് തോന്നുന്നതേ ചങ്ക് ഊരിവനാന്ന് തോന്നുന്നു. ചങ്ക് ഊരിയവനോ? എടി ചങ്ക് വരെ ചങ്കൂരിയനാണ്. ഇതെന്തോ ചെടി ഞാൻ നോക്കാം. ആഹാ എടി ഇതിനെ കടിക്കുമോന്ന് എനിക്കറിയത്തില്ല. എനിക്കറിയത്തില്ല. നമുക്ക് ഇതിന്റെ പുറകെ എടി നീ ഇങ്ങോട്ട് വന്നേ. എന്നിട്ട് അവള് പാമ്പിനെ നോക്കട്ടെ. നമുക്ക് എന്തോ ജാനിച്ചേ നോക്കുന്നുണ്ടോ? ഇല്ല. നടന്നതാണ്. എന്നാ ഇത്? കഴിഞ്ഞ 2-3 ദിവസമായി ഇത് നടന്ന സംഭവം. അവനപ്പൊ എത്ര വയസ്സുണ്ട്? 22 വയസ്സ്. എന്തോ എന്റെ പൊന്നെ ഞാനാ പറഞ്ഞ ആരോടും പറയാം. എല്ലാം കൂടെ പിന്നെ എന്റെ തലയിരിക്കും. ഞാനില്ല ഞാൻ ചോദിച്ചു പറഞ്ഞു. എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം മൊത്തം പരക്കും. എനിക്ക് കേട്ടിട്ട് തന്നെ ഏതാണ്ട് പോലെ വരുക. അയ്യോ ആ ചെറുക്കനോ? രണ്ടിനെ പൊക്കിന്ന്. അല്ല ഞാൻ കഴിഞ്ഞ ദിവസം കണ്ടിയാ ഇച്ചയുടെ ചെറുക്കന്റെ വണ്ടിയുടെ പുറകെ. ഞാൻ പറഞ്ഞു നിർത്തി. അവനോട് ഞാൻ പറഞ്ഞു ഈ മാതിരി കൂട്ടുകെട്ട് കൂടെ നടക്കരുതെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ ഒരു പോക്ക് കണ്ടോ. ഭയങ്കര ആയുസ്. അവൾ ഈ ഞായറാഴ്ച ജാകത്തില്ല. അവൾ അറിഞ്ഞു കാണത്തില്ല. പിന്നെ പെറ്റതള്ള ഇല്ലേ, അവൾ അറിയത്തില്ലേ പിന്നെ. ഓ ആണോ? അല്ല അത് വലിയ കുറ്റമാണ് സത്യം പറഞ്ഞു. സ്റ്റേഷനിൽ പോവാടി. എന്തുവാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേട്ടോടി, മോട്ടോർ ബൈക്ക് വാഹനം എന്തുവാ അത് അനുസരിച്ച് ഹെൽമെറ്റ് വെക്കാതെ പോകുന്നത് ഭയങ്കര പ്രശ്നമാ. 500 രൂപ പിഴ ഈടാക്കി. ചെറിയ പ്രശ്നം നമ്മളിങ്ങനെ ഊതി പറയൂ. വേറെ എന്താ പറയാ? ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറയാൻ ഞാൻ ചങ്ങ് പേരിപ്പിച്ചെന്നേ ഉള്ളൂ. ഒന്ന് പറഞ്ഞ സമയം പോകണ്ടായോ? എടി സുധേ രമേ, നാളെ ഞാൻ വരത്തില്ല കേട്ടോ. എന്താ ചേച്ചി? എന്തുവാ? നാളെ എന്റെ മോക്കൊരു കല്യാണാലോചന. മാട്രിമോണി പോവാ പരസ്യം കൊടുക്കാൻ. അയ്യോ നിങ്ങളല്ലേ നാട്ടിലുള്ള കല്യാണം എല്ലാം നിങ്ങളല്ലേ നടത്തുന്നേ? പിന്നെ നിങ്ങൾക്കൊരാവശ്യം നിങ്ങളെന്തിനാ മോടെ കല്യാണം പരസ്യം കൊടുക്കാൻ പോകുന്നത്? എന്റെ മോടെ കല്യാണം ഞാൻ ആലോചിക്കത്തില്ല. എന്റെ മോളെ ഭാവി വെച്ച് ഞാൻ കളിക്കത്തില്ല.